പ്രമേഹം പ്രധാനമായിട്ടും 4 തരത്തിലാണ്. ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹം, പിന്നെ ചില സിൻഡ്രോംസിനോട് ചേർന്നുള്ള അപൂർവമായ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണോ? ചില ജീനുകൾ ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില ജീനുകളുള്ളവർക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റിസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ടെന്ന്. അവർക്ക് വരണമെന്നില്ല. അപ്പോൾ ഈ അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഇൻവോൾവ്മെൻ്റാണ് ഇത്തരം കേസുകളിലുള്ളത്? അത് ഓരോ ഏജ് അനുസരിച്ച് നമ്മൾ തീരുമാനിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 വയസ്സ് വരെ ഉള്ള സമയത്ത് അമ്മയുടെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെയും റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് സൂയിസൈഡ്. അത് ഈ പ്രായത്തിലാണ്, ആ ഒരു ടീനേജ് സമയത്ത്. എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യ നികേതനത്തിൻ്റെ ഫ്യൂച്ചറസ് ഇൻ ദ പാസ്റ്റ് എന്ന പോഡ്കാസ്റ്റ് ഷോയുടെ സെക്കൻഡ് സീസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ നമ്മുടെ വേണ്ടപ്പെട്ട അതിഥി ഡോക്ടർ ജി വിജയകുമാർ സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ ഷോ സർ. സുഖമായിട്ടിരിക്കുന്നു. വീണ്ടും കണ്ടതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ എൻലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു 2 ദിവസത്തെ സെഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞ് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ ആസ് പെർ നമ്മുടെ ഡിസ്കഷൻ നമ്മളിന്ന് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ചാണ്. എന്താണ് സാറേ ഈ ടൈപ്പ് 1? ഇപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ടൈപ്പുകൾ വേറെ ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്? പ്രമേഹം പ്രധാനമായിട്ടും 4 തരത്തിലാണ്. ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹം, പിന്നെ ചില സിൻഡ്രോംസിനോട് ചേർന്നുള്ള അപൂർവമായ ഡയബറ്റിസ്. അതിൽ ടൈപ്പ് 1 ഡയബറ്റിസ് കൂടുതലും കുട്ടികളിലാണ് തുടങ്ങുന്നത്. 6 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ കൗമാരത്തിൽ വരെയുള്ള കുട്ടികളിലാണ് സാധാരണഗതിയിൽ ഈ ടൈപ്പ് 1 ഡയബറ്റിസ് തുടങ്ങുന്നത്. അപൂർവമായിട്ട് അതിനുശേഷം 30 വയസ്സ് വരെയുള്ള ആളുകളിലും ടൈപ്പ് 1 ഡയബറ്റിസ് ആദ്യമായിട്ട് ഉണ്ടാവാം. ടൈപ്പ് 1 ഡയബറ്റിസിൽ സംഭവിക്കുന്നത് ശരീരത്തിലുള്ള ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് നിലയ്ക്കുമ്പോഴാണ് ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, പാൻക്രിയാസിലുള്ള ബീറ്റാ സെല്ലുകളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ബീറ്റാ സെല്ലുകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലയ്ക്കുന്ന സമയത്താണ് ടൈപ്പ് 1 ഡയബറ്റിസ് തുടങ്ങുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ജനിതകമായിട്ട്, ജനറ്റിക്കൽ പാരമ്പര്യമായിട്ട് ചില ജീനുകളുടെ വ്യത്യാസം കൊണ്ട് ചില കുട്ടികൾ ഈ ടൈപ്പ് 1 ഡയബറ്റിസ് വരാൻ സാധ്യത കൂടുതലുള്ളവരാണ്. അവരിൽ ചില വൈറൽ ഇൻഫെക്ഷനോടെ വരുമ്പോഴാണ് പെട്ടെന്ന് ഈ ബീറ്റാ സെല്ലുകളുടെ പ്രവർത്തനം പരിപൂർണമായിട്ട് നിലയ്ക്കുകയും ഒട്ടും ഇൻസുലിൻ ഉണ്ടാകാത്തൊരവസ്ഥയിൽ 2-3 ദിവസത്തിൽ കൂടുതൽ ജീവിതം മുമ്പോട്ട് പോകില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഇൻസുലിൻ പുറത്തുനിന്ന് കുത്തിവെക്കേണ്ടി വരും. അതാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. സാർ, ഇപ്പോൾ ഇത് കുഞ്ഞിലെ തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണോ, അതോ അല്ലാതെ വരുന്നതാണോ ഈ ടൈപ്പ് 1 ഡയബറ്റിസ്? ചില ജീനുകൾ ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില ജീനുകളുള്ളവർക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റിസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ടെന്ന്. അവർക്ക് വരണമെന്നില്ല. അവർക്ക് ചില വൈറൽ ഇൻഫെക്ഷനോടെ വരുമ്പോഴാണ് ഇത് വരുന്നതെന്ന് അത്രയും കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷേ അത് ആ ജീനുകളുള്ളവർക്ക് എല്ലാവർക്കും വരണമെന്നില്ല. ആ ജീനുകളിൽ ഉള്ളവരിൽ നമുക്ക് ചികിത്സ കൊണ്ട് അത് മാറ്റാൻ, ആ ഒരു സാധ്യത മാറ്റാനും സാധ്യമല്ല. അപ്പോൾ എല്ലാവർക്കും വരണമെന്നില്ല ആ ജീനുകൾ ഉള്ളവർക്ക് തന്നെ. അപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് ജനറ്റിക് രോഗം എന്നങ്ങോട്ട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ജനറ്റിക്സ് പ്ലസ് ഒരു എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും കൂടെ വരുമ്പോഴാണ് ടൈപ്പ് 1 ഡയബറ്റിസ് വരുന്നത്. അതിനകത്ത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് പലപ്പോഴും അതിൻ്റെ തുടക്കം ഇടുന്നത്. ഈ വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ സാർ, ഈ ബൈ ബർത്ത് കുഞ്ഞിന് അവിടുത്തെ ആശുപത്രിയിൽ നിന്ന് അങ്ങനത്തെ സിറ്റുവേഷനിൽ വരുന്നതാണോ, അതോ തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തൊരു കുഞ്ഞിനായിരിക്കുമോ ഇത് വരിക? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില ജീനുകളുടെ നമ്മൾ ചില കാൻഡിഡേറ്റ് ജീനുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന്. വരണമെന്നില്ല, സാധ്യത കൂടുതലുണ്ടെന്നുള്ളത്. അവർക്ക് ഏത് പ്രായത്തിലാണ് വരുന്നത്, ഏത് വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒക്കെ വരണമെന്നൊന്നുമില്ല. അതിനെക്കുറിച്ച് അത്ര ധാരണ ഇതുവരെ ആയിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള റിസർച്ചുകൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്, കൂടുതൽ ജീനുകളെ കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാർ ഇത് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റുക, ഇത് കുട്ടി ഡയബറ്റിക് ആണ് എന്നുള്ളത്? ഇപ്പോൾ ഒരു വളരെ കുഞ്ഞായിരിക്കുന്ന ഒരു കുഞ്ഞിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതൊരു ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? ഈ ടൈപ്പ് 1 ഡയബറ്റിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ, അത് പനിയായിട്ടായിരിക്കും പലപ്പോഴും ആ രോഗിയെ, ആ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ചില സംശയങ്ങൾ തോന്നുമ്പോൾ കൂടുതലായിട്ട്
ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് കൂടുതലായിട്ട് മൂത്രം പോകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണും. പിന്നെ ഇപ്പോൾ ഒക്കെ കൂടുതലും ഇങ്ങനെയുള്ള ഒരു സിക്കായിട്ട് വരുന്ന രോഗി നല്ല സിക്കായിരിക്കും. അപ്പോൾ വല്ലാത്ത ക്ഷീണാവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു സംശയം തോന്നിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഷുഗർ കൂടെ പരിശോധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പല പരിശോധനകളുടെ കൂട്ടത്തിൽ ഷുഗർ കൂടെ പരിശോധിക്കാറുള്ളതുകൊണ്ട് കണ്ടുപിടിക്കുന്നത് കുറേ താരതമ്യേന എളുപ്പമാണ്. പണ്ടൊക്കെ കുറച്ച് ഷുഗർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ ആ ഒരു സംശയം തോന്നിയെങ്കിൽ മാത്രമേ നോക്കുകയുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഈ റുട്ടീൻ പരിശോധനകളുടെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ പാരൻസിന് എത്രത്തോളം അവെയറാണ് അവർ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്ക് ഒരു അസുഖം വരില്ല എന്നുള്ളതാണല്ലോ ഒരു പാരൻറ്റിൻ്റെ ധൈര്യം. എപ്പോഴും അങ്ങനത്തെ മാതാപിതാക്കളെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പാരൻസിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിന് ഇത് വന്നേക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ള ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ ഇവർക്കുണ്ടോ? അത് റാൻഡമായിട്ട് ഇവർ ഇതിലേക്ക് ആയി പോകുന്നതാണോ ഈ പാരൻസ്, പ്രത്യേകിച്ച് ന്യൂ പാരൻസ്? അല്ല, ഈ കുട്ടികളിൽ പ്രമേഹം വരുന്നത്, ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത് വളരെ അപൂർവമാണ്. ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എടുത്തു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ആണെങ്കിൽ കുറേ കൂടെ ഈ ഡയബറ്റീസ് രോഗികളിൽ ഏതാണ്ട് ഒരു 5% അല്ലെങ്കിൽ 10% വരെ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. പക്ഷേ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് കുറേ കൂടെ വളരെ കുറവാണ്. 1% താഴെ. ഇപ്പോൾ 100 പേർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ 1% താഴെ ആളുകൾക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ഇന്ത്യയിലുള്ളൂ. അങ്ങനെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ഈ രോഗലക്ഷണങ്ങളുമായിട്ട് വരുമ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ കണക്കുകളനുസരിച്ചാണെങ്കിൽ ഒരു 1,00,000 പോപ്പുലേഷനിൽ 20 പേർക്കൊക്കെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളതാണ്. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി അപൂർവമായ രോഗമാണ് ഇപ്പോഴും കേരളത്തിൽ. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു സർവേ കുറച്ച് നാൾ മുമ്പ് നടത്തുകയുണ്ടായി. കേരളത്തിലെ സ്കൂളുകളിലെല്ലാം ഒരു ബ്ലഡ് പരിശോധിച്ചതിനകത്ത് ഒരു 500 അല്ലെങ്കിൽ 400-500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ 2 കുട്ടികൾക്കും ഒക്കെ മാത്രമേ ടൈപ്പ് 1 പ്രമേഹം ബാധിതരായിട്ടുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി അപൂർവമായ രോഗം എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ രോഗത്തിൻ്റെ 1-2 ദിവസത്തിനകം തന്നെ നമ്മൾ ആ ഒരു സംശയം തോന്നുമ്പോൾ തന്നെ ഡോക്ടർമാരത് പരിശോധിക്കും, അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഇൻസുലിൻ്റെ കുത്തിവെക്കുക എന്നുള്ളതാണ് എൻ്റെ ചികിത്സ. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും സാറ് ട്രീറ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു ഫിസിഷ്യനാണ്, ഇൻറ്റേർണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. അപ്പം അഡൽട്ട് പോപ്പുലേഷനാണ് ഞാൻ പ്രധാനമായിട്ടും ചികിത്സിക്കുന്നത്. പീഡിയാട്രിക്സ് വളരെ അപൂർവമായിട്ട് ആദ്യകാലത്തൊക്കെ കുട്ടികളെയും ചികിത്സിക്കുമായിരുന്നെങ്കിലും കുറച്ച് വർഷങ്ങളായിട്ട് 10-40 വർഷമായിട്ട് കൂടുതലും അഡൽട്ട് പോപ്പുലേഷനെയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് 1 ഉള്ള കുട്ടികളെ സാധാരണഗതിയിൽ വരാറില്ല, പക്ഷേ ചികിത്സിക്കാറില്ല. പക്ഷേ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഡയബറ്റീസിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ടൈപ്പ് 1 കുട്ടികളെയും കൂടെ ചികിത്സിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ധാരാളം എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നൊരു 3 കുട്ടികളുണ്ട്. അത് എൻ്റെ ഈ ഇതിനെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക് തന്നെ, ഈ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ ചികിത്സയെ കുറിച്ചുള്ള ഔട്ട്ലുക്ക് തന്നെ മാറ്റിയ ഒരു 3 കുട്ടികളുടെ കാര്യം എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതിൽ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ഞാനൊരു 1989, അതായത് ഏതാണ്ടൊരു 40 വർഷത്തോളം മുമ്പ് ആണ് ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നത്. അന്നൊരു 8 വയസ്സുള്ള കുട്ടിയായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ പെട്ടെന്ന് സിക്കായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഒരു സംശയം തോന്നിയിട്ട്, അന്ന് ബ്ലഡ് ഷുഗറൊക്കെ നോക്കാൻ സമയമെടുക്കും, പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഈ ഗ്ലൂക്കോമീറ്ററുകളൊന്നും ഇല്ലാത്ത കാലമാണ്, റിസൾട്ടൊക്കെ കിട്ടാൻ താമസിക്കും. എന്തായാലും ഒരു സംശയം തോന്നിയതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് വന്നത്. സംശയം തോന്നിയപ്പോൾ ഷുഗർ പരിശോധിച്ചു. ഷുഗറിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് കിട്ടിയപ്പം 500ഓളം ബ്ലഡ് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ചികിത്സിച്ച് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുക ചെയ്തത്. ആ കുട്ടിയെ ഞാൻ പിന്നീട് കാണുന്നത് ഏതാണ്ട് ഒരു 15 വർഷത്തിന് ശേഷമാണ്, 2000-ന് ശേഷമാണ്. അന്ന് കൂടുതലും ഡയബറ്റീസിൻ്റെ ചികിത്സയിലോട്ട് കൂടുതൽ ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്താണ്. പക്ഷേ ഈ കുട്ടിയെ എൻ്റെ സഹോദരനാണ് എന്നെ കൊണ്ടുവരുന്നത്. പക്ഷേ അതിന് മുമ്പുള്ള ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ ചികിത്സ ആ കുട്ടിക്ക് വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് അതിന് കുറേ കോംപ്ലിക്കേഷൻസുമായിട്ടാണ് ഞങ്ങൾക്ക് പിന്നീട് കാണുന്നത്. ഈ 15 വർഷത്തിന് ശേഷം കാണുമ്പോൾ കുട്ടി കുറേ ബ്ലൈൻഡാണ്, കാഴ്ചശക്തി നല്ലപോലെ നഷ്ടപ്പെട്ടിരുന്നു. അത് ഡയബറ്റീസ് കണ്ണിനെ ബാധിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് കിഡ്നിയെ ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ചികിത്സ നമ്മൾ തന്നെ, അപ്പോൾ അതിൻ്റെ ഒരു സഹോദരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ നേരത്തെ മരിച്ചു പോയതാണ്. അപ്പോൾ ഈ സഹോദരന് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയെ വേണ്ട പോലെ ചികിത്സിക്കാനുള്ളൊരു സാമ്പത്തിക സൗകര്യവും ഇല്ലായിരുന്നിരിക്കും. അപ്പോൾ എന്തായാലും വേണ്ട ചികിത്സ കിട്ടിയിട്ടില്ല അതിന്. അപ്പോൾ അങ്ങനെയാണ് ഈ കോംപ്ലിക്കേഷൻസ്. ഞാൻ വീണ്ടും കാണുമ്പോഴും ബ്ലഡ് ഷുഗർ വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മൾ ഇൻസുലിൻ തന്നെ കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചു. അത് കഴിഞ്ഞിട്ട് ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെ ചെയ്യാം ഒക്കെ മരുന്നൊക്കെ കൊടുത്താണ് വിട്ടത്. പക്ഷേ 2-3 മാസം ഇടയ്ക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അറിഞ്ഞത് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ്. വീട്ടിലുള്ള കിണറ്റിൽ ചാടി അത് ആത്മഹത്യ ചെയ്തതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു കാഴ്ചശക്തിയുടെ പ്രശ്നം, പിന്നെ കിഡ്നിയെ ബാധിച്ചിട്ടുള്ള പ്രശ്നം, പിന്നെ ഈ പറഞ്ഞൊരു സഹോദരനൊരു ഭാരമാകുന്നു എന്നുള്ള ചിന്തകൾ കൊണ്ടൊക്കെ ആയിരുന്നിരിക്കും. എന്തായാലും ആത്മഹത്യ ചെയ്തതായിട്ടാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അത് ഒരു കുട്ടി. വേറെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000-ന് ശേഷം ഈ ടൈപ്പ് 1 കുട്ടികളെ ധാരാളമായിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. അവർക്ക് പ്രായമായതിനു ശേഷം പ്രായപൂർത്തിയായതിനു ശേഷം കൂടുതലും ഞാൻ തന്നെ ചികിത്സിച്ചിട്ടുണ്ട്. അതിലൊരു കുട്ടിയുടെ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. തീരെ സാമ്പത്തിക സൗകര്യം ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. ആ കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നൊരു 15 വയസ്സിന് ശേഷമാണ്. 15 വയസ്സിന് ശേഷം ആ സമയത്തുള്ള ചികിത്സ സൗകര്യം, അതിന് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ഞങ്ങൾ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു 2005 മുതൽ. അപ്പോൾ ആ സമയത്താണ് ഈ കുട്ടിയെ അതിനകത്ത് എൻറോൾ ചെയ്ത് നമ്മൾ ഇൻസുലിൻ കൃത്യമായിട്ട് കൊടുക്കുന്നത്. അല്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അച്ഛൻ്റെ പേരിൽ. അതുകൊണ്ട് നമ്മൾ ഇൻസുലിൻ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് വന്ന് വരുമ്പോൾ ഈ കുട്ടി തന്നെയാണ് വരുന്നത്. വന്ന് ഇൻസുലിൻ വാങ്ങിച്ചുകൊണ്ട് പോകും. അച്ഛനും അമ്മയും ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് വന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം പെട്ടെന്ന് വളരെ സിക്കായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അബോധാവസ്ഥയിലാണ്. അത് ചോദിച്ചപ്പോൾ അച്ഛൻ അവർ കൊണ്ടുവന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇൻസുലിൻ എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് കാരണമൊന്നുമില്ല, ഇൻസുലിൻ എടുത്തിട്ടില്ല. അപ്പോൾ അബോധാവസ്ഥയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കത് അത്ര സിക്കായിട്ടുള്ളൊരു രോഗിയെ ചികിത്സിക്കാനുള്ള സൗകര്യം കുറവുള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജിലായിട്ട് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അത് മരിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. ഇത് രണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു സൂയിസൈഡ് ആണെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഹോമിസൈഡാണ്. അപ്പം ഇത് 2 കുട്ടികളുടെയും ശരിക്കും പറഞ്ഞാൽ വേണ്ട പോലെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മൂന്നാമത്തെ ഒരു കുട്ടി ശരിക്കും ഒരു 20 വർഷം മുമ്പാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അത് 6 മാസത്തിൽ അതിന് ഡയബറ്റീസ് തുടങ്ങിയതാണ്. ഞാൻ കാണുന്ന ഒരു തുടങ്ങിയൊരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. തീരെ വളരെ വെയിറ്റ് കുറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ വേറൊരു ഇടത്ത് ചികിത്സയിലായിരുന്നു. പക്ഷേ അവർക്കത് എന്തോ അവിടെ വേണ്ട പോലെ അന്ന് കുറച്ചുകൂടെ ഇത്ര ഫലപ്രദമായിട്ട് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളും കുറവായിരുന്നു. ഒരു 20 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ച് പൊതുവെ ഡോക്ടർമാരുടെ ഉള്ള അവയർനെസ്സും അത്ര ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ, പക്ഷേ ഡോക്ടർ ഇവിടെ ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിൽ 1 മാസത്തോളം കിടന്നിട്ടാണ് വന്നത്. അപ്പോൾ ഒരു എല്ലാ റിസ്കുകളും പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടിക്ക് പല ഇഷ്യൂസുണ്ട്. ഒന്ന് പാല് കുടിക്കൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പാല് കുടിക്കുന്നില്ലെങ്കിൽ അത് കൊടുക്കുന്ന പ്രശ്നം, പിന്നെ ഇൻസുലിൻ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ ഷൂട്ട് ചെയ്യും. ഇൻസുലിൻ ഒരല്പം 2 യൂണിറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈപ്പോയിലോട്ട് പോകും. ആ സമയത്ത് ചിലപ്പോൾ ഗ്ലൂക്കോസ് കൊടുക്കേണ്ടി വരും ട്രിപ്പായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വളരെ ഏതാണ്ട് 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചികിത്സിക്കേണ്ടി വന്നു. അത് ഒരു എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പലപ്പോഴും രാത്രിയിൽ 2 മണിക്കും 3 മണിക്കും ഒക്കെ വന്ന് നോക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആ അമ്മയുടെ ഒരു സഹോദരനും, കുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ 10 വയസ്സുള്ള കുട്ടിയായിരുന്നു, അവരും വളരെ കാര്യമായിട്ട് തന്നെ അവരെ ഈ കുഞ്ഞിനെ പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ടുള്ള ചികിത്സ അത് തുടർന്നിരുന്നു. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല നിലയിൽ വളർന്നു വന്നു. ഇപ്പോൾ അത് BDS അഡ്മിഷൻ കിട്ടി. ഈസ് ഗോയിങ് ടു ബി എ ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റ്. ഒരു വർഷത്തിനകം അത് നമുക്ക് വളരെ സംതൃപ്തി ഉണ്ടാകുന്നൊരു അനുഭവമാണ്. ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെയും ഒരു രോഗിയാണെന്ന് തന്നെ പറയില്ല. ആരോഗ്യമുണ്ട്, ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും, നല്ല നോർമൽ ലൈഫാണ്. അപ്പോൾ അത് വേണ്ട പോലെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസിന് ഒരു നോർമൽ ലൈഫ് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ 3 കുട്ടികളുടെ കഥ ശരിക്കും ഞാൻ പറയാൻ കാര്യം അത് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്താണ്, എങ്ങനെ ചികിത്സിച്ചാലാണ് അതിൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്ന 3 കുട്ടികളുടെ കഥയാണ്. ഞാനെപ്പോഴും എൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഞാനൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യേണ്ടി വന്നപ്പോഴും ഈ ഒരു
കഥ പറഞ്ഞിരുന്നു. പക്ഷെ അത് എൻ്റെ ഈ ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെ മാറ്റിയ കുട്ടികളാണ് ഇത് മൂന്നും. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് എൻ്റെ ഓർമ്മ. അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള 3. അതെ അതെ. ഈ ആദ്യത്തെ 2 കുട്ടികളുടെ പ്രശ്നത്തിന് ശേഷമാണ് ശരിക്കും ആ ചാരിറ്റബിൾ ട്രസ്റ്റിൽ കൂടെ നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ 100ഓളം കുട്ടികളല്ല, അവരൊക്കെ പ്രായം ആയവരുണ്ട്, കല്യാണം കഴിച്ച് കുട്ടികളായവരുണ്ട്. അവർക്കൊക്കെ തന്നെ ആ ഒരു അഫോർഡ് ചെയ്യാൻ വയ്യാത്തവർക്ക് സ്ഥിരമായിട്ട് തന്നെ എല്ലാ മാസവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാർ ഇപ്പം 2 വേർഡ്സ് നേരത്തെ യൂസ് ചെയ്തല്ലേ, സൂയിസൈഡും ഹോമിസൈഡും. അപ്പോൾ ഈ അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഇൻവോൾവ്മെൻറ്റാണ് ഇത്തരം കേസുകളിലുള്ളത്? സാർ ഈ 3 ഫാമിലിയെ കണ്ടു, അത് ഏത് രീതിക്കാണ് അവരത് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ എനിക്കറിയുന്ന ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. അപ്പോൾ ഞാനാണ് ആ സ്ഥാനത്തെങ്കിലും, അല്ലെങ്കിൽ എന്നെപ്പോലൊരു അറിവില്ലാത്ത ഒരാളവിടെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് ഡീൽ ചെയ്യേണ്ടത്? അതൊരു പ്രശ്നമാണ് ശരിക്കും. ടൈപ്പ് 1 ഡയബറ്റീസ് ഞങ്ങൾ ഡോക്ടർമാർ പറയുന്ന ഒരു നിസ്സാരമായ കാര്യമാണ്. ഇൻസുലിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് നിയന്ത്രിക്കാവുന്ന രോഗമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു സൈഡാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ വളർച്ചയിൽ ഒരു പ്രായപൂർത്തിയായി സ്വയം ഇതിൻ്റെ ചികിത്സ നിയന്ത്രണം അത് തന്നെ ഏറ്റെടുക്കുന്ന വരെയുള്ള സമയത്ത് മാനേജ് ചെയ്യുന്നത് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഓരോ ഏജ് അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 വയസ്സ് വരെ ഉള്ള സമയത്ത് അമ്മയുടെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെയും റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ പാൽ കൊടുക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻസുലിൻ എന്നും 2-3 പ്രാവശ്യം കുത്തിവെച്ചെങ്കിലേ പറ്റുള്ളൂ. അത് കൃത്യമായിട്ട് കൊടുക്കുക, അതുപോലെ ശ്രദ്ധിക്കുക. അതുപോലെ ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാകുക. അന്നേരം എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ അമ്മയ്ക്കുണ്ടാകുക. അപ്പോൾ ആ ഒരു സമയം 3 വയസ്സ് വരെയുള്ള പ്രായം അതാണ്. പിന്നെ ഒരു 3 വയസ്സ് മുതൽ ഒരു 8 വയസ്സ് വരെയുള്ള സമയത്ത് സ്കൂളിലൊക്കെ വിട്ടു തുടങ്ങുന്ന ആദ്യ ഭാഗം സ്കൂളിൽ വിടുന്നതിന് മുമ്പും ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാൻഡ് പേരൻസിനും അച്ഛനും അമ്മയ്ക്കോ മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മധുരം ഉപയോഗിക്കുമ്പോൾ ഈ കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഗ്രാൻഡ് പേരൻസിനൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഒരു വലിയ പ്രശ്നമാണത്. കുട്ടിക്കൊരു മധുരം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത്ര അറിവുള്ളവരും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവരെല്ലാവരും കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. അതിൻ്റെ ചികിത്സയിൽ അതൊക്കെ ഇൻവോൾവ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അവർക്കൊക്കെ ഒരു ട്രോമയും ആയിരിക്കും ഒരു പരിധിവരെ ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ. പക്ഷേ അത് കുഞ്ഞിനെ അറിയിക്കാതെ വേണ്ട പോലെ അത് ശ്രദ്ധിച്ച് അതിനെ കൂടുതൽ ഒന്നിലും മാറ്റി നിർത്താതെ വളർത്തേണ്ട ഒരു സമയമാണത്. അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 8 വയസ്സ് മുതൽ ഒരു 14 വയസ്സ് വരെയുള്ള സമയത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ മറ്റുള്ള കൂടുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ അവർ കഴിക്കുന്ന പലതും ഈ കുഞ്ഞിന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇതിനെ ഒരു മാറ്റി നിർത്തുന്ന ചില കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. ഇപ്പോൾ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുമ്പോഴാണെങ്കിലും ഹൈപ്പോഗ്ലൈസീമിയ വരുമോ എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഒരു ടൂർ കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ ഈ കുഞ്ഞിനെ കെയർ കൊടുക്കേണ്ടി വരും. ആ കെയർ കൊടുക്കാതെ കൊണ്ടുപോകുന്നതിന് ഒരു റിസ്ക് കാണും. അപ്പോൾ അങ്ങനെയുള്ള ആ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഒരു 14 വയസ്സൊക്കെ ആവുന്ന ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു സമയത്ത് എത്തുമ്പോഴാണ് ശരിക്കും ഈ രോഗത്തിൻ്റെ ഒരു ഫുൾ ഇമ്പാക്റ്റ് ഈ കുട്ടിക്ക് തന്നെ മനസ്സിലാവുന്നത്. അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അല്ലാതെ ഇതിൻ്റെ ഒരു ഫുൾ ഇമ്പാക്റ്റ്, എൻ്റെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് എന്നുള്ളതിനെക്കുറിച്ച് ഈ കുട്ടി കൂടുതലായിട്ട് ചിന്തിക്കുന്നത് എൻ്റെ ഒരു 14-15 വയസ്സ് ആ പ്രായമാകുമ്പോഴാണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിന് തന്നെ ഒരു റിബൽ വരാനുള്ള സാധ്യത ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു ഡോക്ടറുടെയും അല്ലെങ്കിൽ പേരൻസിൻ്റെയും സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങും ഒക്കെ വളരെയേറെ ആവശ്യമുള്ളൊരു ഘടകമാണ്. പ്രത്യേകിച്ചും ടീച്ചേഴ്സിനും ഇതിൻ്റെ ഒരു വലിയ റോളുണ്ട് ഇതിൻ്റെ ആ സമയത്ത്. അതായത് കുട്ടികളുടെ ചുറ്റുപാടിൽ നിൽക്കുന്നവർ ശരിക്കും മനസ്സിലാക്കി, അതായത് ക്ലോസ് ഫ്രണ്ട്സ് 1-2 പേര് കാണും, അവരുടെ സപ്പോർട്ട്, അങ്ങനെയുള്ള ഘടകങ്ങളില്ലെങ്കിൽ പലപ്പോഴും ഈ കുട്ടിക്ക് പിടിച്ചു നിൽക്കാനൊക്കാത്തൊരവസ്ഥ വരും. ശരിക്കും ആ ഒരു ചെന്നൈയിൽ നിന്ന് പണ്ട് വന്ന ഒരു സ്റ്റഡിയുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസിനെ മാത്രം ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറെ 500ഓളം കുട്ടികളെ ഇങ്ങനെ ടൈപ്പ് 1 ഡയബറ്റീസിനെ ഫോളോ ചെയ്തതിനകത്ത് ഈ മരണത്തിൻ്റെ 2ാമത്തെ കാരണം സൂയിസൈഡാണെന്ന്. അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം ഇൻഫെക്ഷനൊക്കെ വന്ന് അണുബാധയൊക്കെ വന്ന് ന്യൂമോണിയൊക്കെ വന്ന് ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്ക് അപകടം ഉണ്ടാവാം. പക്ഷേ 2ാമത്തെ കാരണമായിട്ട് പറയുന്നത് സൂയിസൈഡാണ്. അത് ഈ പ്രായത്തിലാണ്. ആ ഒരു ടീനേജ് സമയത്ത് ഈ രോഗത്തെക്കുറിച്ചുള്ളൊരു ഇമ്പാക്റ്റ് പൂർണ്ണമായിട്ട് മനസ്സിലായി സമയത്താണ് ആ ഒരു സൂയിസൈഡൽ ടെൻഡൻസി. അപ്പോൾ അത് മനസ്സിലാക്കി ചുറ്റുപാട് ഉള്ളവർ അതിനനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ പലപ്പോഴും ഒരു അത്യാഹിതമായിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കേരളത്തിലുള്ള പ്രമേഹങ്ങളുടെ 3-1 വരെയുള്ളൂ ചില സംസ്ഥാനങ്ങൾ. പക്ഷെ അവിടെ മധുരം മധുരം കഴിക്കുന്നത് കൊണ്ട് അതിനും പല ഘടകങ്ങളുണ്ട്. അവരുടെ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കഴിക്കുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ എക്സസൈസ് അവർ ചെയ്യുന്നവരായിരിക്കും, പല ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്.